റന ഫാത്തിമ പോയതിനു ശേഷം വളരെ അപ്സെറ്റായിരിക്കുന്ന ബിന്നിയെയാണ് പിന്നീട് നമുക്ക് ലൈവിൽ കാണാൻ കഴിഞ്ഞത്. റനയും ബിന്നിയും ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നല്ല കൂട്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ബിന്നിയുടെ അടുത്ത് ചെന്ന് അനീഷ് ചോദിച്ചു, എന്താണ് ബിന്നി നിന്റെ പ്രശ്നം, നീ എന്തിനാണ് കരയുന്നതെന്ന്. റന പോയത് നിനക്ക് നല്ല വിഷമമായോ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ ബിന്നി പറഞ്ഞു, അവൾ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അവൾ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അവൾ വളരെയധികം ലോയലുള്ള ഒരു പെൺകുട്ടിയാണ്. പ്രായത്തേക്കാൾ കൂടുതൽ പക്വത അവൾക്കുണ്ട്. എന്തും വിശ്വസിച്ച് നമുക്ക് അവളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രകൃതമാണ്. ആദിലയെല്ലാം ഷാനവാസിനോട് ചെയ്തതുപോലെ അവസരം കിട്ടുമ്പോൾ കൊത്തുന്ന ഒരു വിഷം ചീറ്റുന്ന പാമ്പൊന്നുമല്ല അവൾ. വളരെ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് അവൾ എന്നാണ് അനീഷിനോട് പറഞ്ഞത്. പിന്നെ അവളെ പറഞ്ഞതിലും കൂടുതൽ എനിക്ക് എന്നെ എപ്പോഴും എല്ലാവരും കുത്തിത്തിരിപ്പുകാരി എന്ന് വിളിക്കുന്നതിൽ വളരെ വിഷമമുണ്ടെന്നാണ് അനീഷിനോട് പറഞ്ഞിരിക്കുന്നത്. ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുവാൻ ചെല്ലുമ്പോൾ അവർ അപ്പോഴേക്ക് പറയും, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കല്ലേ ബിന്നി എന്ന്. ഇവിടെയുള്ള ഏതൊരു പ്രശ്നത്തിലും എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താൻ നോക്കുമ്പോൾ അവിടെയും അവർ പറയും, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ ബിന്നി എന്ന്. പിന്നെ ഞാൻ എവിടെയാണ് സംസാരിക്കുക, ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നോമിനേഷനിൽ ഇടുവാനാണ് അവരുടെ തന്ത്രം. ഇവിടെയുള്ള മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ തന്നെയല്ലേ ഞാനും സംസാരിക്കുന്നത്. പിന്നെ എന്തിനാണ് എൻ്റെ സംസാരം മുഴുവൻ കുത്തിത്തിരിപ്പാണെന്ന് എല്ലാവരും ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. ഈ കുത്തിത്തിരിപ്പ് റാണി എന്ന പേര് കേൾക്കുമ്പോൾ ഒരു പരിധി വരെയെല്ലാം ഓക്കെയാണ്. ഇത് അതിര് കടന്ന് അവർ എന്നെ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലൈവിൽ കുറച്ചു സമയം ശൂന്യമായി കിടക്കുന്ന റന ഫാത്തിമയുടെ ബെഡ് വളരെ സൂമായി കാണിക്കുന്നുമുണ്ടായിരുന്നു. ഈ വിഷമമെല്ലാം അനീഷിനോട് പറയുകയായിരുന്നു ബിന്നി. കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.